ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ കേക്കും അതിൻ്റെ കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സെലിബ്രേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവസാനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ രാവിലെയാണ് അറിഞ്ഞത് അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കേക്ക് സെറ്റാക്കിയതാണ്. അപ്പോൾ മോൻ്റെ അടുത്ത് ചോദിച്ചു ഏത് കേക്കാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ അവന് ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കേക്ക് ചെയ്തു, ബട്ടർ സ്കോച്ച് കേക്ക്. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള സോസ് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ഇല്ലാതെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേക്ക് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലെയർ വെച്ചു, സെക്കൻഡ് ലെയർ വെച്ചു. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ലെയറിൽ ഞാനത് സോസ് ഒഴിച്ച് കൊടുത്തു, പ്രളയനിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു സോസ് നല്ല ടേസ്റ്റുള്ളൊരു സോസാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ അതേ അവസാനത്തെ ലെയറും ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ചു, അതുപോലെ തന്നെ ക്രീം കോട്ട് ചെയ്തു. ക്രീം കോട്ട് ചെയ്തിട്ട് അധിക സമയമൊന്നും പിന്നെ ഫ്രിഡ്ജിൽ വെച്ചില്ല. സാധാരണ ഞാൻ കേക്ക് ചെയ്യുന്ന സമയത്ത് ക്രീം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷമാണ് ഫൈനൽ കോട്ടിലേക്ക് കിടക്കാറുള്ളത്. ഇത് പിന്നെ സമയമില്ലാത്തത് കൊണ്ട് വേഗം ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നിന്നു. അപ്പം അങ്ങനെ ദേ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തു. പിന്നെ പ്രത്യേകിച്ചൊരു ഡിസൈനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ളതാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മടിയാണല്ലോ ഡിസൈനിങ്ങിനൊക്കെ. അപ്പോൾ അങ്ങനെ ദേ ഡിസൈനൊക്കെ ചെയ്ത് കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ സോസ് തന്നെയാണ്. ആ സോസ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലൊരു ഇത്തിരി വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തു. ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടായില്ല, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതാണ് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വെറുതെ തന്നെ ഇങ്ങനെ കോരി കുടിക്കാനായിട്ട് തോന്നും, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പം അങ്ങനെ അത് ഞാൻ സെൻറ്ററിൽ ഒരു മൂടിയൊക്കെ വെച്ച് അതിൻ്റെ സൈഡിലൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മൂടി വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ പേര് എഴുതി കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ഫ്ലവറൊക്കെ വെക്കാം എന്നുള്ള രീതിയിലാണ് സെൻറ്ററിൽ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ അതൊന്നല്ല ആയത്, വേറൊരു മോഡലാണ് പിന്നെ ആയത്. അപ്പോൾ അങ്ങനെ സൈഡിലൊക്കെ അത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്, സൈഡിലൊക്കെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ സെൻറ്ററിൽ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയനിട്ട് കൊടുത്തു, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ടോപ്പർ വെച്ച് കൊടുത്തു. അപ്പുറത്ത് അവൻ്റെ പേരൊക്കെ എഴുതി, ഹാബി എന്നാണ് അവൻ്റെ പേരൊക്കെ എഴുതി. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് കടക്കാം. കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ ബ്ലാക്ക് ഷർട്ട് ഇട്ട ആളാണ് ബർത്ത്ഡേ കുട്ടി. അപ്പോൾ താഴെ നിൽക്കുന്ന ആൾക്ക് കേക്ക് കട്ട് ചെയ്യണം. ആരുടെ ബർത്ത്ഡേ ആയാലും അവന് കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് സന്തോഷത്തോട് കൂടിയിട്ട് ചെറുതായിട്ടാണെങ്കിൽ ആഘോഷിച്ചു. അപ്പോൾ പാത്തൂന് കേക്ക് വേണം, അവളത് കണ്ടപ്പോൾ അതിലേക്ക് ചാടി. അപ്പോൾ അവൾക്കും കുറച്ച് കേക്ക് കൊടുത്തു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്തു. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.